ഒരു പാട്ട് പാടാം. എന്റെ വ്ളോഗിലേക്ക് ഹബീബന്റെ ഒരു കുട്ടി സോങ്. ഇവരൊന്നും മലയാളികളല്ല, പക്ഷെ നന്നായി മലയാളം പറയും. ഒരു പാട്ട് പാടി. അയ്യോ അത് നാണം വരുന്നു. കാണിച്ചില്ലല്ലോ ഗൈസ്, ഇതാണ് ബർത്ത്ഡേ ബോയ്. ബർത്ത്ഡേ ബോയ്ക്ക് കരച്ചിലാണെന്ന്. ഹായ് ഐനു. ഐനു എന്തിനാ കരയണേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാറൂസ് വ്ലോഗ്. അപ്പോൾ ഞാനൊരു പുതിയൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തെടുക്കുന്ന ഒരു വ്ളോഗാണ്. എടുക്കണോ വേണ്ടയോ വേണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ചെയ്തൊരു വ്ളോഗാണ്. സോ അപ്പോൾ നമ്മളിപ്പോൾ ടൈം ഏകദേശം ഒരു 3:30-4 മണിയായിട്ടുണ്ട്. നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകണം. വേറെ ആരുടെ അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബേബീൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഇപ്പോൾ അവിടെ എന്തൊക്കെയോ കാറ്റ്, അതിൻ്റെ ഇടയ്ക്കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബേബീൻ്റെ 1 വയസ്സിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോവുകയാണ്. എനിക്ക് ആക്ച്വലി ദുബായിൽ കുറച്ച് വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ. അതിലൊരാളുടെ മോൻ്റെ ബർത്ത്ഡേക്കാണ് ഞാൻ പോകുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് കുറച്ചധികം പറയാനുണ്ട്, പക്ഷെ ഇത് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഞങ്ങൾ ഇവിടെ റാക്ക് ബാങ്കിൽ ജോയിൻ ചെയ്ത ടൈമിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ജോയിൻ ചെയ്തത്. ഒരുമിച്ച് തന്നെ ഏകദേശം അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങളാണ് ജോയിൻ ചെയ്തത്. അപ്പം ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് ഈ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് അവൾ പ്രഗ്നൻ്റായി എന്ന് പറയുന്നത്. എന്നാൽ അവൾ ഒരു 6 മന്തോ 7 മന്തോ എന്തോ ആവാറായപ്പോൾ എൻ്റെ അടുത്ത ഫ്രണ്ട് വിളിച്ച് പറയുന്നത് അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ അവൾ ഡെലിവറി ആവാറായപ്പോൾ അടുത്ത ഫ്രണ്ട് വിളിച്ച് പറയുന്നത് അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെയുള്ളൊരു പ്രഗ്നൻസി ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ. സോ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും കുറച്ച് എക്സ്പീരിയൻസ് പറയാനും ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ചധികം. പിന്നെ ഞങ്ങളുടെ കുട്ടികൾ വളരും തോറും അവർക്ക് എന്താ ഫുഡ് കൊടുക്കുക, അവർക്ക് ഏത് ഡ്രസ്സാണ് വാങ്ങുക, ഏത് ഷോപ്പാണ് പോവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായി. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ കൂടെ ഒപ്പം വളർന്നു. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പം എന്നാൽ അവളുടെ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് പോകുമ്പോൾ ശരിക്കും ഞാൻ ആലോചിക്കുക എത്ര പെട്ടെന്ന് 1 വയസ്സായെന്ന്. എനിക്ക് ഇവൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇവൻ്റെ അപ്പമുള്ള ആളാണ് ഐനു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ കുട്ടിയുണ്ട് ലയാൽ. അങ്ങനെ കുറേ കുട്ടികളുണ്ട്. സോ അവിടെ പോയിട്ട് ഞാൻ അവരൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതൊരു കുട്ടി വ്ളോഗാണ്, ബോറടിക്കുമെന്നൊന്നും അറിയില്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം. എൻ്റെ ഇടേണ്ട ഡ്രസ്സൊക്കെ ഞാൻ അവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നിങ്ങളെ കാണിക്കാം. ഇവനെയൊക്കെ കുളിപ്പിച്ച് ഒരുക്കി എടുക്കണം. സോ നമുക്ക് വീഡിയോയിലായിട്ട് പോവാം. ഞാൻ വീഡിയോ എടുക്കുന്നതിനിടെ ഇവൻ എന്നെ കുറേ വിളിച്ചപ്പോൾ ഞാൻ മൈൻഡ് ആക്കിയില്ല. നിങ്ങൾക്കറിയോ, ഞാൻ പോകാൻ വേണ്ടി എടുത്ത് വെച്ച എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഇവൻ നശിപ്പിച്ച്. നോക്ക് ഗൈസ്, നോക്ക് എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പകുതി അവൻ കഴിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം എന്താ നോക്ക്, എൻ്റെ എന്താണ് അതും ഇത്. നിങ്ങളെയൊക്കെ വീട്ടിലുണ്ടോ ഇതേപോലെയുള്ള കുരിപ്പുകൾ? കണ്ടോ, ഞാൻ ഇനി എന്തോന്ന്. അവനും കുറേ എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനാണിത്. നശിപ്പിച്ച് ഇതെന്തോന്നാ ചെക്ക ഇത്. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി. ഞാൻ ഇതാണ് കേട്ടോ ഇടുന്നത്, ഈ ഔട്ട്ഫിറ്റ്. ആക്ച്വലി ഇതെൻ്റെ ആദപ്പൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സാണ്. ഞാൻ മുടി കേൾ ചെയ്യാൻ നോക്കിയിട്ട് പക്ഷെ നൈസിന് 3G ആയിട്ടിരിക്കുകയാണ്, ഒട്ടും കേളായിട്ടില്ല. അങ്ങനെ ഞങ്ങളാണ്ട് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് എടുത്ത് നേരെ ബർത്ത്ഡേ ഫംഗ്ഷനിലോട്ട് പോകാൻ പോവാണ്. നമ്മൾ വാങ്ങിയ ജസ്റ്റ് അവനൊരു ഡ്രസ്സും പിന്നെ ഒരു ടോയാണ്. ഐനൂസിന് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അങ്ങനെ ദാണ്ട് നമ്മൾ നേരെ ഹയാത്തിലെത്തിയപ്പോൾ ദാണ്ട് എൻട്രൻസ് തന്നെ നമ്മുടെ ഐനുവിൻ്റെ നല്ല കിടിലൻ ചീരിയുള്ള ഒരു കിടിലൻ ഫോട്ടോ, മാഷാള്ള. അങ്ങനെ നമ്മുടെ ഹബീബിനെ കണ്ടു. ഇതാണ് ഐനുവിൻ്റെയും അമ്മേൻ്റെ സ്വന്തം അനിയത്തി. അങ്ങനെയാണ് നമ്മുടെ ബർത്ത്ഡേ പോയി നല്ല ഉഷാറായിട്ട് കാറിലൊക്കെ സ്റ്റൈലായിട്ട് ഇരിപ്പുണ്ട് ഗൈസ്. പക്ഷേ ആളുടെ മൂഡ് അത്ര ശരിയല്ല. ബർത്ത്ഡേക്ക് എല്ലാ പിള്ളേരും ഇത് കണക്കാന്ന് തോന്നുന്നു, കൂവി വിളിയും കരച്ചിലും വാശിയും അതും സെയിം ആയിരുന്നു. അങ്ങനെ നമ്മൾ അഫറിൻ്റെ ഡ്രസ്സൊക്കെ നോക്കി, നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്, നല്ല മൊഞ്ചത്തി കുട്ടിയായിട്ടുണ്ട്, ശരിക്കും കൊള്ളാം. ഞാനപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡ്രസ്സിനെ പറ്റി. അപ്പോൾ അവളും ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. കാരണം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറാമെന്ന് കരുതി. നമ്മൾ ശരിക്കും നേരത്തെ ആട്ടോ ഇന്ന് വന്നത്.
അപ്പോൾ കുറേ അധികം ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടി. അങ്ങനെ ഞാൻ അബീനെയും കുട്ടീനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ ഹോളിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ മുടി ചെയ്തത് മോശമായി പോയെന്ന് മനസ്സിലാക്കിയത്. ആക്ച്വലി ഞാൻ പ്രോട്ടീനൊക്കെ ചെയ്തിട്ട് മുടി ഒന്ന് കേർൽ ചെയ്ത് ബൗൺസി ആക്കി വെക്കാമെന്ന് കരുതിയതാണ്. പക്ഷെ ചീറ്റിപ്പോയി ഗൈസ്, ചീറ്റിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഹിബ, അവളുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് വന്നത്. ഇതെൻ്റെ ആദപ്പൻ, ഇതാണ് ഹിബേൻ്റെ കുട്ടി ലയാൽ, നമ്മുടെ സുന്ദരി മോളെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ ഉള്ളൊരു പെൺതരിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് നേരത്തെയാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. കാറ് കീഴടക്കി അതിലുള്ളിൽ കയറി ഇരിക്കുക. അപ്പൊ നമ്മൾ അതിനടുത്ത് പുറത്തോളയാണ്. ഇത് ലയാലിനെ എത്താൻ പോകും. അങ്ങനെ നമ്മൾ അതുപോലെ നൈസിന് ഇറക്കിയിട്ട് ലയാലിനെ കാറി കയറ്റി. ഇവിടെ വന്നപ്പോ തൊട്ടേ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി. ഹായ് വറഫ്രീ. ഹലോ. ഈ ഉമ്മച്ചിക്കുട്ടിയാണ് കേട്ടോ. എന്തെങ്കിലും വറഫ്രീ രണ്ട് വാക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞ സബ്സ്ക്രൈബർ എന്താ പറയാ, എല്ലാരും ഇവളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യണേ. മലയാളിയല്ല, പക്ഷെ എന്ത് നന്നായിട്ട് മലയാളം പറയുന്നത്. രണ്ട് മലയാളമൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ മലയാളി അല്ല ഗൈസ്, മലയാളി അല്ല. അയ്യോ മതി, നാണം വരുന്നു. ഒന്ന് കറങ്ങിക്കേ. ആ അടിപൊളി സെറ്റളിയാ. കാണിച്ചില്ലല്ലോ ഗൈസ്, ഇതാണ് ബർത്ത്ഡേ ബോയ്ക്ക് കരച്ചിലാണെന്ന്. ഹായ് അയിനു. ഇതാണ് ബർത്ത്ഡേ ബോയുടെ സ്വന്തം ആന്റി. എങ്ങനെയുണ്ട്, കൊള്ളാമോ ഗൈസ്? എന്റെ ഡ്രസ്സെല്ലാം സെറ്റല്ലേ, പൊളിയല്ലേ? നന്നായിട്ടുണ്ടായിരുന്നു കുട്ടി. പാല് കുടിക്കാമേ. പച്ച് ഹാ പച്ച പച്ച് ഹാ പച്ച പച്ച് ഹാ 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 പച്ച പച്ച് ഹാ പച്ച പച്ച് ഹാ പച്ച ആഹാ ആഹാ. അത് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കുറേ അധികം ഗെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തായിരുന്നു, നല്ല എൻഗേജിങ് ആയിട്ടുള്ള. സോ അതിനകത്ത് 2-3 ഗെയിംസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അതിനകത്ത് ഒരു ഗെയിമിൽ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പം അതൊക്കെ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ശരിക്കും നല്ല ഫണ്ണി ആയിട്ടുള്ള കുറച്ചധികം മൊമെൻറ്റ്സ് ഉണ്ടായി. അപ്പം നമുക്ക് കുറച്ച് ഗെയിംസൊക്കെ അവർ ആഡ് ചെയ്തത് കാണാം. ഓക്കെ. It's very simple now. You're all right hand or left hand? Right hand. Right. But ambidextrous. Wow. Right. So I want you all to have your phone in your left hand. Left. Your phones in your left hand. No. डाल दो रिकॉर्ड करके पूरा ग्रुप में. तो फोन किधर है आपका? बाहर निकालो. Phone in your left hand. Left hand, sir. Left hand. All right, guys. Observe, the game is very simple. What you do is put your right hand backside. Your left hand goes under your legs, over your pant, to get it out from your shirt. From your pant all the way up from your shirt. You put it from here, from the left leg, left hand, left leg, all the way from your shirt. The first person to take out the phone, of course, is the winner. So, ladies and gentlemen, round of applause. Please put your hands up. Let's all be sportive. Wait. रुको जरा, सब्र करो. रुको जरा. All right. When I say 3, 2,
say count down with me, alright? Everybody, you count down with me. Ready? Yeah. See strategy. Hey, Sudhir. Wow, guys. Okay. Ready? Ready. Left hand, left pant leg. 3, 2, 1, go. Come on, guys, you can do it. Yes, that's right. Go left hand, right hand, only left. Yes. Name? You tell your name. You all cook? Say Panch Polo. It's a Bengali spice. And ladies and gentlemen, round of applause. Disha's cook. Disha's cook, ladies and gentlemen. Your time starts now. Chicken biryani, fried rice, vegetable rice, vegetable biryani, vegetable kottu, chicken kottu, beef kottu, mutton kottu. 8. India biryani. 10. Noodles, chicken noodles. 12 items. Ma'am, 13 items, you are in the game. 13 items, you are in the game. Alright, your hotel name? Layali. Ladies and gentlemen, round of applause for Layali with 13 on target. The time starts now. Chicken biryani, mutton biryani, beef biryani, pasta, mandi, pulav, parota, patiri, and beef curry, mutton curry, fish curry, fish mapas, and 12. One more. This is a competition. 12. And 12. fried rice. 13. And Go. 9. 13 items. So 12, 13. Ma'am. Adam, ready or no? 40. Your time starts now. Chicken biryani, beef biryani, mutton biryani, fried rice, noodles, parota, idiyappam, appam, puttu, idli, faluda, ice cream, soup, chicken tikka, grilled chicken, shawarma, dry chicken, chicken chutney curry, shawai, noodles, Maggi, kadala curry. 21 items, ma'am. 22. You have to get 22. Your kitchen's name? Shalini's Kitchen. Ladies and gentlemen, Shalini's Kitchen. 22 on target. Ready? Time starts now. Idli, sambar, vada, fried rice, noodles, chicken biryani, mutton ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ആ കപ്പ് ഞാൻ അടിച്ച് ഗൈസ്. നമ്മളോടൊക്കെ ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് കാണും പറയാൻ. അത് ഞാൻ എന്തായാലും സക്സസ്ഫുള്ളായിട്ട് ജയിച്ചിട്ടാ. ഞാൻ എൻ്റെ ദൈവമേ, എൻ്റെ ആദംസ് കഫിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആയി. എനിക്കിപ്പോൾ ശരിക്കും വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു. ഹാപ്പി. Let's all join in celebrating baby Ryan's first happy birthday. Sing along. Happy birthday. We wish you a many happy returns of the day, baby Aina. May you have wonderful and many happy returns of the day. Have blessed birthday. Have many more birthdays. May you have all the love, all the blessings, all the shower of your loved parents, grandparents, or siblings.
അങ്ങനെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് നമ്മൾ ഇനി ഫുഡ് അടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ബൊഫയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡാണല്ലോ മെയിൻ, അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു. അതെപ്പോഴും അങ്ങനെ ആണല്ലോ, ലാസ്റ്റത്തെ കുറച്ച് ബിറ്റാണ് കണ്ടില്ലേ കാഴ്ച വെച്ചേക്കുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി ഈ പ്രോഗ്രാം അടിപൊളിയായിരുന്നു, ഫുഡൊക്കെ സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചങ്കത്തി അഫ്രിൻ നല്ലപോലെ ഇത് കോർഡിനേറ്റ് ചെയ്തു, സൂപ്പറായിരുന്നു, എൻജോയ് ചെയ്തു ഒരുപാട്. Everybody, ladies and gentlemen,